ക്രിസ്തുയേശുവിൻ്റെ സമാധാനം പ്രിയപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. BC 6-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു പൈതഗോറസ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: നിശബ്ദനായിരിക്കാൻ പരിശീലിക്കുക, ശ്രവിക്കുവാനും ഉൾക്കൊള്ളുവാനും നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കുക. പൈതഗോറസിന് ശേഷം 2000 വർഷങ്ങൾക്കിപ്പുറം 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദാർശനികനായിരുന്ന ബ്ലെയ്സ് പാസ്കൽ ഇങ്ങനെ പറയുന്നു: ഒരു മുറിയിൽ ശാന്തമായും നിശബ്ദമായും ഇരിക്കാൻ കഴിയാത്തതിൽ നിന്നാണ് മനുഷ്യൻ്റെ എല്ലാ ദുരിതങ്ങളും ഉളവാകുന്നത്. രണ്ടുപേരും പറയുന്നത് നിശബ്ദതയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. പീലാത്തോസിൻ്റെ മുമ്പിൽ മൗനമായി തല കുമ്പിട്ട് നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുഖം മനസ്സിൽ വരുമ്പോഴൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്: ഇത്ര കഠിനമായ പ്രതിസന്ധിയിൽ എങ്ങനെയാണ് ഒരാൾക്ക് മൗനമായി നിൽക്കാൻ കഴിയുന്നത്? പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഒരു നാടൻ ചൊല്ലുണ്ട്, വളർത്തുഗുണം. പിതാവായ യോസേഫിൻ്റെ മൗനം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ മൗനത്തിൻ്റെ നല്ല പാഠങ്ങൾ ക്രിസ്തു പകർന്നെടുത്തു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് 3 പ്രാവശ്യമാണ് സ്വർഗത്തിലെ ദൂതൻ്റെ അരുളപ്പാട് യോസേഫിന് ലഭിക്കുന്നത്. ഒരു വാക്കുപോലും യോസേഫ് മറുപടി പറയുന്നില്ല. വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി ഗർഭിണിയാണെന്നറിയുമ്പോൾ പഴയ നിയമ പാരമ്പര്യമനുസരിച്ച് പരമാവധി അവളെ അപമാനിച്ച് കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്. പക്ഷേ മൗനമായിരുന്നു യോസേഫിൻ്റെ വഴി. നീതിപൂർവം രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ യോസേഫ് തയ്യാറായി. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ദൂതൻ്റെ അരുളപ്പാട് യോസേഫിന് ലഭിച്ചു. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് നസറത്തിൽ നിന്നും ബേത്ലഹേമിലേക്ക് പേർവഴി ചാർത്തപ്പെടാനായിട്ട് പോയപ്പോഴും അവിടെ നിന്ന് മിസ്രൈമിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകേണ്ടി വന്നപ്പോഴും ഒരു പരാതിയും ഒരു പരിഭവവും യോസേഫ് പറയുന്നതായി സുവിശേഷകർ രേഖപ്പെടുത്തിയിട്ടില്ല. മൗനതയുടെ ഏറ്റവും നല്ല ഉദാഹരണം യോസേഫ് തന്നെയാണ്. ദാവീദ് എത്ര മനോഹരമായാണ് മൗനത്തെക്കുറിച്ച് പറയുന്നത്: എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. സങ്കീർത്തനം 62:5. ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ യോസേഫ് പഠിപ്പിക്കുന്ന വലിയ പാഠം ജീവിതത്തിൽ ശീലിക്കേണ്ടിയിരിക്കുന്നു: മൗനമായിരിക്കാൻ പഠിക്കുക എന്ന പാഠം. മനസ്സിൽ കടന്നു വരുന്ന ആയിരക്കണക്കിന് ചിന്തകളുണ്ടാകാം. ദിവസേന കണ്ടുമുട്ടുന്ന 100 കണക്കിന് മനുഷ്യരുണ്ടാകാം. നേരിടേണ്ടി വരുന്ന അനേക പ്രശ്നങ്ങളുണ്ടാകാം. എല്ലാത്തിനും മറുപടി കൊടുക്കാൻ ശ്രമിച്ചാൽ നമുക്കതിനു മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. മനസ്സിൻ്റെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും ജീവിതത്തിൽ ഉന്മേഷം കണ്ടെത്തുന്നതിനുമൊക്കെ ഈ മൗനം നമ്മെ സഹായിക്കും. നിശബ്ദതയുടെ പുലരിയിൽ വിരിയുന്ന പൂക്കളെ പോലെ മറ്റുള്ളവർക്ക് സന്തോഷം പങ്കുവെക്കണമെങ്കിൽ ജീവിതത്തിൽ കുറച്ചെങ്കിലും മൗനത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ കരോൾ പാട്ടുകളിലൊന്നാണ് സൈലന്റ് നൈറ്റ് എന്ന മനോഹരമായ ഗാനം. ആ രാത്രിയിലെ നിശബ്ദതയാണ് ലോകത്തിന് സന്തോഷം പകർന്നു നൽകിയത്. നമ്മുടെ ജീവിതത്തിലെ മൗനം നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു തരുന്നവയാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുമസിൻ്റെ നാളുകളിൽ കുറെ കൂടി മൗനമായിരിക്കാൻ നമുക്ക് ശീലിക്കാം. അനുഗ്രഹകരമായ നോമ്പിൻ്റെ നാളുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നാവിന് കടിഞ്ഞാനിട്ടുകൊണ്ട് മൗനമായി നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു പുകഴ്ത്തുന്നവരായി തീരാം. ക്രിസ്തുമസിൻ്റെ പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.